ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നേഴ്സസ് ടൈം എപ്പിസോഡിലേക്ക് എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. നീതിമാൻ എന്ന് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്ന ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേ പിതാവിനെ തിരുസഭ പ്രത്യേകമായി വണങ്ങുന്ന ഈ മാർച്ച് മാസത്തിൽ UAE അലൈൻ സെൻറ് മേരീസ് ഇടവക വികാരിയായ ബഹുമാനപ്പെട്ട സ്റ്റാൻലിൻ അച്ഛൻ നേഴ്സുമാരുമായി വിശുദ്ധ യൗസേ പിതാവിനെക്കുറിച്ച് പങ്കുവെക്കുന്ന ഈ എപ്പിസോഡിൽ നമുക്കും പ്രാർത്ഥനയോടെ പങ്കുചേരാം. അച്ഛ, വിശുദ്ധ യൗസേ പിതാവിന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ടല്ലോ, ഈശോ മറിയം എന്ന ഏറ്റവും പ്രിയപ്പെട്ട പണയത്തെക്കുറിച്ച്. പരിശുദ്ധ അമ്മയെയും ഈശോയെയും പണയം വയ്ക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ യൗസേ പിതാവ് എങ്ങനെയാണ് ഒരു പിതാവ് എന്ന നിലയിൽ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യം നിറവേറ്റിയതെന്ന് വിശദീകരിക്കാമോ? യൗസേ പിതാവ് ബൈബിളിൽ അധികം ഒന്നും കേൾക്കാത്ത ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് 3 സ്ഥലങ്ങളിൽ 3 സുവിശേഷങ്ങളിൽ മാത്രമേ യൗസേ പിതാവിനെ കുറിച്ച് പറയുന്നുള്ളൂ. മത്തായി, ലൂക്കോസ്, യോഹന്നാൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ യൗസേ പിതാവിനെ കുറിച്ച് പറയുന്നുള്ളൂ. മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷത്തിൽ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ വളരെ വ്യക്തമായിട്ട് യൗസേ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ട് യൗസേ പിതാവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല എന്നതിന് വ്യക്തമായ തെളിവുണ്ട്. തെളിവ് മീൻസ് അതിന് കാരണങ്ങൾ കാണും. ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അറിയേണ്ടത് ഈശോയെക്കുറിച്ചാണ്, അതിനുശേഷം മറിയത്തെക്കുറിച്ചാണ്, അതിനുശേഷമാണ് യൗസേപ്പിനെ കുറിച്ച് അറിയേണ്ടത്. അതുകൊണ്ട് യൗസേപ്പിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോയെന്നല്ല അർത്ഥം. യൗസേ പിതാവിൻ്റെ ദൗത്യം ഈശോയുടെ 30 വർഷത്തെ രഹസ്യ ജീവിതത്തിൽ ഈശോയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രഹസ്യ ജീവിതത്തിൻ്റെ സംരക്ഷകനായിട്ട് പിതാവായ ദൈവം യൗസേപ്പിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണമെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. പക്ഷേ അധികമൊന്നും പറഞ്ഞില്ലെങ്കിലും യൗസേ പിതാവ് ഈശോയുടെ പിതാവാണെന്ന്, ബയോളജിക്കൽ പിതാവല്ല, വളർത്തു പിതാവാണെന്നും മറിയത്തിൻ്റെ ഭർത്താവാണെന്നുമുള്ള സൂചന ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. പിതാവെന്ന ദൗത്യം വളരെ വ്യക്തമായിട്ട് നിർവഹിച്ച വ്യക്തിയാണ് വിശുദ്ധ യൗസേ പിതാവ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈശോയുടെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈശോയുടെ 30 വർഷത്തെ ജീവിതം, അതായത് ഈശോ 12-ാം വയസ്സിൽ അതുവരെ നമുക്കറിയാം, അതിനുശേഷം എവിടെയാണെന്ന് പലപ്പോഴും നമ്മളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതപ്പെടാത്ത കാര്യങ്ങളാണ്. യൗസേ പിതാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈശോയുടെ മറിയത്തിൻ്റെ ജീവിതത്തിൽ ആഴമായ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഒരു കുഞ്ഞിൻ്റെ ജനനം കാണുക എന്നുള്ളത് ഒരു പിതാവിൻ്റെ ആഗ്രഹമാണ്. അത് യൗസേ പിതാവിൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. മറിയത്തിന് കുഞ്ഞിനെ ജന്മം നൽകുവാൻ സമയമായപ്പോൾ അവർ ബെത്ലഹേമിലൊരു സ്ഥലത്ത് കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ അവരൊപ്പം ഉണ്ടായിരുന്നു. ഈശോയെ സന്ദർശിക്കാൻ വന്ന ആട്ടിടയന്മാരും അതുപോലെ തന്നെ രാജാക്കന്മാരും വന്ന സമയത്തും ഇവരുടെ 2 പേരുടെയും സാന്നിധ്യം ഉണ്ടാണ്. അവിടെയൊക്കെ യൗസേപ്പിൻ്റെ സാന്നിധ്യമുണ്ട്. കുഞ്ഞിനെ പേരിടുന്ന സമയത്ത്, കുഞ്ഞിനെ പരിച്ഛേദന കർമ്മത്തിനായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, കുഞ്ഞിൻ്റെ സമർപ്പണത്തിൻ്റെ സമയത്ത്, കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ യൗസേപ്പിനെ കാണുന്നുണ്ട്. അപ്പോൾ യൗസേ പിതാവ് ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇങ്ങനെ നിഴലായി രഹസ്യമായി പോവുക എന്നുള്ളതാണ്. അതാണ് ദൈവഹിതം.
ദൈവഹിതത്തിന്, അതുകൊണ്ടാണ് യോസേപ്പ് പിതാവിൻ്റെ ഒരു പുണ്യം അനുസരണയാണ്. അനുസരണ എന്ന വലിയൊരു പുണ്യം അദ്ദേഹം പാലിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് മറിയത്തെയും ഈശോയെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ സംരക്ഷണ ദൗത്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഏറ്റെടുത്ത് നടത്തി. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഒരു പിതാവായിരുന്നു യൗസേപ്പ് പിതാവെന്ന്. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. തെളിവുകൾ മീൻസ് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കം. ആകെ പിന്നെ ഉള്ളത് കുറച്ച് പാരമ്പര്യങ്ങളും വെളിപ്പെട്ട് കിട്ടിയ കുറേ വസ്തുതകളുമൊക്കെയാണ്. എന്നിരുന്നാലും സഭയിൽ വളരെ പ്രാധാന്യമുള്ള വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് സഭയുടെ ആഗോള മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പ്രഖ്യാപിച്ചത്. ബെനഡിക്റ്റ് 15 അത് ചെയ്തത്. അതിൻ്റെ സെൻറ്റിനറി ആഘോഷമാണ് നമ്മൾ ഇയർ ഓഫ് സെയിൻറ്റ് ജോസഫായിട്ട് ഈ 2020 നമ്മൾ ആഘോഷിച്ചത്. 3 മാർപ്പാപ്പമാർ യൗസേപ്പ് പിതാവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ അപ്പോക്രിഫിക്കൽ ഗ്രന്ഥങ്ങളല്ലാതെ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ 3 ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊന്ന് ലിയോ മാർപ്പാപ്പ പോപ്പ് ലിയോ ആണ്, ഒന്ന് ജോൺ പോൾ രണ്ടാമൻ, പിന്നെ അവസാനമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇവരൊക്കെ എഴുതുന്ന സമയത്ത് യൗസേപ്പ് പിതാവിൻ്റെ ഈ നമ്മൾ പറയുന്ന രഹസ്യ ജീവിതത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ രഹസ്യമാണെങ്കിലും വളരെ സ്പഷ്ടമായിട്ടാണ് മാതാവിൻ്റെയും ഈശോയുടെയും ജീവിതത്തിൽ യൗസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യമുള്ളത്. അച്ഛാ, ചെറിയ പ്രശ്നങ്ങളുടെ പേരിലും സംശയങ്ങളുടെ പേരിലും ഇന്നത്തെ യുവജനങ്ങൾ ഡൈവേഴ്സിനെ അംഗീകരിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, സംശയത്തിൻ്റെ ഒരു സംഭവം. അപ്പം ആ അവസരത്തെ യൗസേപ്പ് പിതാവ് എങ്ങനെയാണ് അതിജീവിച്ചതെന്നൊന്ന് പറഞ്ഞുതരാമോ? ഞാൻ പറയാതെ തന്നെ നമുക്ക് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് വായിക്കാവുന്നൊരു കാര്യമാണ്. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കാവുന്നൊരു കാര്യമില്ലേ. യൗസേപ്പ് പിതാവും മറിയവും മനസ്സമ്മതം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള മാലാഖയുടെ അറിയിപ്പ് മറിയത്തിന് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ ബിട്രോത്തലിന് ശേഷമാണ് അനൻസിയേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ പാരമ്പര്യമനുസരിച്ച് അല്ലെങ്കിൽ അന്നത്തെ ഒരു ട്രഡീഷനൊക്കെ അനുസരിച്ച് ബിട്രോത്തൽ കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാലാണ് സാധാരണ കല്യാണങ്ങളൊക്കെ നടക്കുക. ഒരു കല്യാണത്തിന് 2 ഘട്ടമുണ്ട്. ഒന്ന് മനസ്സമ്മതം എന്ന് പറയുന്നൊരു കാര്യം, അവർ പരസ്പര സമ്മതങ്ങൾ അറിയിക്കുകയും വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷമാണ്, കുറേ നാളുകൾക്ക് ശേഷമാണ്, ഏകദേശം 1 വർഷം എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ കല്യാണം, യഥാർത്ഥമായിട്ടുള്ള കല്യാണം നടക്കുകയും ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഒത്തുവാസം നടക്കുന്നത് അതിനുശേഷമാണ്. അതാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന കാനായിലെ കല്യാണവും അല്ലെങ്കിൽ ഈ 10 കന്യകമാരുടെ ഉപമ ഈശോ പറയുന്നതും അങ്ങനെ കല്യാണങ്ങളുടെ സമയത്താണ്. അപ്പോൾ യൗസേപ്പും മറിയവും തമ്മിലുള്ള മനസ്സമ്മതം കഴിഞ്ഞതിന് ശേഷമാണ്. ഇതൊരു ഷോക്കിംഗ് ന്യൂസാണ് യൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം. അത് ആർക്കായിരുന്നാലും സ്വാഭാവികമാണ്. പരസ്പരം അറിയുന്നതിന് മുമ്പ് തന്നെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീ ഗർഭവതിയാവുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട്, അത് എല്ലാ സംസ്കാരങ്ങളിലും സ്വാഭാവികമായിട്ടും ഞെട്ടലുളവാക്കുന്ന വസ്തുതയും വാർത്തയുമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവിക പദ്ധതിയുടെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യരെ, അവരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ അതിജീവിക്കുന്ന രീതികൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും അതിനകത്തൊരു റീസൺ ഉണ്ട് എന്നുള്ളത്, ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു കാരണമുണ്ട് എന്നുള്ളത് യൗസേപ്പിനും അറിയാമായിരുന്നു. യൗസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു കാര്യം നീതിമാനായ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നീതിമാനായിരുന്നുവെങ്കിൽ
ദൈവിക നീതി അദ്ദേഹത്തിന് ലഭിച്ചത് കൊണ്ടാണ് അദ്ദേഹം നീതിമാനായിരുന്നത്. ആ നീതി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് നീതി എന്ന് നമ്മൾ പറയുമ്പോഴും, ദൈവിക നീതി എന്ന് പറയുന്നത് നമുക്ക് അനർഹമായത് ലഭിക്കുന്നതുമാണ് ദൈവിക നീതിയും കരുണയും എന്ന് പറയുന്നത്. യൗസേപ്പ് പിതാവ് ചിന്തിച്ചത് അത് തന്നെയാണ്. യൗസേപ്പ് പിതാവ് സാധാരണ പുരുഷന്മാരെ കണക്ക് തന്നെയാണ് ചിന്തിച്ചത്, ഒഴിവാക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ ഒഴിവാക്കുക എന്നുള്ളതാണ്, മാന്യമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് അതിനകത്ത് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവളെ രഹസ്യമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. രഹസ്യമായിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് യാതൊരു തരത്തിലുള്ള കോട്ടം തെറ്റാത്ത രീതിയിൽ അവളുടെ പേരിനോ അവരുടെ കുടുംബത്തിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ്. ആ സമയത്താണ് ദൈവം ഇടപെടുന്നത്. ദൈവിക ഇടപെടലുകൾക്ക് ചെവി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ ചിന്തിക്കും. നമ്മളിപ്പോൾ പുതിയ തലമുറ, അല്ലെങ്കിൽ പുതിയ തലമുറയല്ല, എല്ലാ തലമുറകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടിന് നമ്മൾ കുടുംബത്തിൽ വഴക്കുണ്ടാവും. നമ്മളെല്ലാ കുടുംബങ്ങളുടെയും മാതൃക എന്ന് പറയുന്നത് തിരുക്കുടുംബമാണെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ തന്നെ ആവണം. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു തലമുറയെ കുറച്ചുകൂടെ, നമ്മൾ ഈ തലമുറയെ കുറ്റം പറഞ്ഞതിനേക്കാളും നല്ലത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. കാരണം നമ്മൾ കുട്ടികളും അതുപോലെ യുവാക്കളൊക്കെ വളർന്നു വരുന്നൊരു സാഹചര്യം അതാണ്. എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ലഭിക്കുന്ന, തീരുമാനമെടുക്കുന്ന, അവരെ കൊണ്ട് തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവരങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ആലോചിക്കുന്നത് അതിനെ നേരിടാനല്ലല്ലോ, നമ്മളെല്ലാവരും അതിനെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെ നമുക്കതിനെ ഒഴിവാക്കാം? പക്ഷേ യൗസേപ്പ് പിതാവ് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിച്ചപ്പോഴും ഒഴിവാക്കേണ്ട രീതിയെക്കുറിച്ചുള്ള ഒരു ദൈവവുമായിട്ട് അദ്ദേഹം ആലോചിച്ചതിൻ്റെ തെളിവാണ് ഉറക്കത്തിൽ, സ്വപ്നത്തിൽ ദൈവം ഇടപെടുകയും മാലാഖയെ കൊണ്ട് കാണിക്കുകയും നീ അവളെ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ള വെളിപ്പെടുത്തൽ. ഇതൊക്കെ നമ്മുടെ പുതിയ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥനയുടെ സമയമാണ്. പ്രാർത്ഥനയും അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇടപെടലായിരിക്കാം. തക്ക സമയത്ത് മാതാപിതാക്കന്മാരോ അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരാരെയെങ്കിലും സമീപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷമോ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ലത്. അത് നമ്മൾ വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനവും സ്നേഹത്തിൻ്റെ ആഴവുമാണ് ബന്ധങ്ങളെ കൂട്ടി നിർത്തുന്നത്. അപ്പോൾ കുട്ടികൾ, പുതിയ തലമുറ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഒത്തുപോകാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അവരെ അത് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടുള്ള ആളുകളുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ തന്നെ പ്രാർത്ഥനയോടുകൂടെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. യൗസേപ്പ് പിതാവ് നല്ലൊരു മാതൃകയാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയത്ത്. ഇതിനപ്പുറം വേറൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ, സമാനമായ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. പ്രാർത്ഥനയും വിശ്വാസവും ഒന്നുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഇതിനൊക്കെ മാറി നിൽക്കാനായിട്ട് സാധിക്കും. യൗസേപ്പ് പിതാവ് കാണിച്ചു തന്ന അതാണ്. നിശബ്ദമായിട്ട് ദൈവഹിതം അറിയാനായിട്ട്, അതാരായാനായിട്ട് ഉള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ കുടുംബത്തിലല്ല, വിവാഹ ബന്ധങ്ങളിലല്ല, ഏത് ജീവിതത്തിലും നമ്മുടെ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അച്ഛാ, സാമ്പത്തിക പരാധീനതയിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം പരിഭ്രമിക്കുന്ന കുടുംബങ്ങളാണ് ഇന്നുള്ളത്. വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച തിരുക്കുടുംബം സന്തോഷത്തിലും സുഭിക്ഷത്തിലും ജീവിച്ചുവെന്ന് നാം കേട്ടിട്ടുണ്ട്. തിരുക്കുടുംബം എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു എന്ന് വിശദീകരിക്കാമോ? ഈ കുടുംബം എങ്ങനെ ജീവിച്ചു എന്നുള്ളത് അവർ അധ്വാനിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അവരുടെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ദൈനംദിന ജീവിത ക്രമങ്ങളും കാര്യങ്ങളും എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്,
ഈ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഈ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ തെളിവ് നമുക്കത് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ യൗസേപ്പ് ഒരു മരപ്പണിക്കാരനായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ ദിവസവും പണിക്ക് പോകുമായിരുന്നു. മറിയം സാധാരണ ഒരു സ്ത്രീയായിരുന്നു. നസ്രത്ത് എന്ന് പറയുന്നത് വളരെ സാധാരണമായൊരു ഗ്രാമമാണ്, അല്ലെങ്കിൽ ഒരു നഗരമാണ്, ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ നസ്രത്തിൽ എന്തെങ്കിലും നന്മകൾ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ജീവിത രീതിയൊക്കെ വളരെ ചെറുതായിരിക്കണം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ചെറിയ ജീവിത സാഹചര്യങ്ങളിൽ, ചെറിയ തൊഴിലിടങ്ങളിൽ അവർ ജീവിച്ചു സന്തോഷത്തോടുകൂടെ എന്നാണ്. ഇതിനകത്ത് വലിയ ഒരു ദൈവകൃപ, ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ സന്തോഷവും സമാധാനവും നമുക്കുള്ളതിൻ്റെ വലിപ്പത്തിലല്ലല്ലോ, വലിപ്പത്തിലോ ചെറുപ്പത്തിലോ അല്ല. നമ്മളതിനെയൊക്കെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യം, 10 രൂപ ഉണ്ടെങ്കിലും ജീവിക്കാം, 1000 രൂപ ഉണ്ടെങ്കിലും ജീവിക്കാം. ഞാനെങ്ങനെ എൻ്റെ ജീവിതത്തെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കഞ്ഞി കുടിച്ചും ജീവിക്കും, നല്ല ഭക്ഷണം കഴിച്ചും ജീവിക്കും. അതുകൊണ്ടാണ് അവർക്കങ്ങനെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. നമുക്ക് വെളിപ്പെട്ട് കിട്ടാത്ത ചില കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണണം, സ്വാഭാവികമായിട്ട് ഉണ്ടായി കാണണം. നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടില്ല. എല്ലാം നല്ലതുപോലെ പോയി എന്ന് നമ്മൾ തിരുക്കുടുംബത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യ കുടുംബമാണത്. അതിനകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കണം. ആ പ്രശ്നങ്ങളും അനിഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ആ സമയത്തൊക്കെ അവർ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധ കന്യകാ മാതാവ് അത് ആ കുടുംബത്തിൻ്റെ ഒരു ദൈവികതയും ആ കുടുംബത്തിൻ്റെ ഒരു പരിശുദ്ധിയും നമ്മൾ മനസ്സിലാക്കണം. അതേത് സാഹചര്യത്തിലും കൂടെ നടന്നു പോകാനും ജീവിക്കാനും പറ്റുന്ന ഒന്നാണ്. മനുഷ്യനായിരുന്നിട്ട് പോലും ദൈവം തിരഞ്ഞെടുക്കപ്പെടുകയും മാറ്റിവെക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ദൈവപുത്രന് ജന്മം നൽകുവാൻ തക്ക വിധത്തിൽ ഒരുക്കപ്പെടുകയും ചെയ്ത ഒരു വനിതയാണ് പരിശുദ്ധ കന്യകാ മറിയം. ആ കുടുംബത്തിന്, ദൈവപുത്രനും ദൈവമാതാവിനും സംരക്ഷണമേകുവാൻ ഏൽപ്പിക്കപ്പെട്ട ആളാണ് യൗസേപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളെയും അവർക്ക് അതിജീവിക്കാനുള്ള കൃപയുണ്ടാകും. എത്രമാത്രം സമ്പത്തുണ്ടായിരുന്നോ, എത്രമാത്രം സമ്പന്നത അല്ലെങ്കിൽ ഐശ്വര്യം ആ ഭവനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവ് പോലും ചളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അവരുടെ തൊഴിൽ മേഖല വെച്ച് തന്നെ നമുക്ക് ഒരു മരപ്പണിക്കാരന് എത്രമാത്രം കാശുണ്ടാക്കാൻ സാധിക്കും. അന്നത്തെ കാലത്ത് അതൊരു ഡീസൻറ്റ് പ്രൊഫഷൻ തന്നെയാണ്. പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരു ലക്ഷൂറിയസ് ലൈഫ് നയിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ സമ്പന്നതയിൽ സന്തോഷത്തിലും സംതൃപ്തിയിലും ജീവിച്ചു എന്നുള്ളത് സത്യമാണ്. പുതിയ കാലത്ത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യം അതാണ്. മനുഷ്യൻ അവൻ്റെ സ്വത്തുകൾ ഉണ്ടാക്കുന്നതൊന്നും തിന്മയൊന്നുമല്ല. സമ്പത്ത് അതിൽ തന്നെ തിന്മയൊന്നും അല്ലെന്ന് തന്നെയാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഈശോ പലപ്പോഴും വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കുമ്പോഴും അതിൻ്റെ നന്മയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്, ദൈവപരിപാലനയെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏത് ഐശ്വര്യത്തിൻ്റെയും സമ്പന്നതയുടെയും നടുവിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒരുപക്ഷെ എല്ലാ സമ്പന്നതകളും സന്തോഷവും ഉണ്ടായിരുന്ന സമയത്തും മറിയവും യൗസേപ്പും ഈശോയെയും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിച്ചത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും അവർക്ക് അതിജീവിക്കുവാനും സന്തോഷത്തിനും സമാധാനത്തിനും സംതൃപ്തിയിലും ജീവിക്കാനായിട്ട് സാധിച്ചത്. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ പുതിയ നമ്മുടെ കുടുംബത്തിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. അച്ഛ, നേഴ്സസ് മിനിസ്ട്രിയുടെ സ്വർഗീയ മധ്യസ്ഥ ഫാത്തിമ മാതാവാണ്. നേഴ്സുമാരായ ഞങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ അനുദിന ജീവിതത്തിൽ അനുകരിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ്. വിശുദ്ധ ഔസേപിതാവിൻ്റെ പുണ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബ മേഖലയിലും ജോലി മേഖലയിലും എങ്ങനെ അഭ്യസിക്കാമെന്ന് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? നിങ്ങളുടെ മധ്യസ്ഥ പരിശുദ്ധ ഫാത്തിമ മാതാവാണെങ്കിൽ പോലും, ഫാത്തിമ മാതാവാണ് ആണെങ്കിൽ പോലും തൊഴിലാളികളുടെ മധ്യസ്ഥൻ വിശുദ്ധ ഔസേപിതാവാണ്.
ഈ വിശുദ്ധ ഔസേപ്പ് പിതാവ് നമ്മൾ മെയ് 1 അദ്ദേഹത്തിൻ്റെ തൊഴിലാളി മധ്യസ്ഥൻ എന്ന നിലയിൽ ആ തിരുനാൾ നമ്മൾ ആഘോഷിക്കും. എല്ലാ തൊഴിലിനും അതിൻ്റെ മഹത്വം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. അപ്പോൾ ചെയ്ത തൊഴിലിനോട് കൂടുതൽ അടുപ്പവും സ്നേഹവും കാണിക്കുകയും ആ തൊഴിൽ കൊണ്ട് ജീവിത സന്ധാരണം നടത്തുകയും തന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഔസേപ്പ് പിതാവ് നഴ്സുമാർക്കെന്നല്ല ലോകത്തിലെ എല്ലാ തൊഴിലിടങ്ങളിലും പ്രാർത്ഥനയും ശക്തിയും മധ്യസ്ഥവുമാണ്. അപ്പം അതുകൊണ്ട് ഔസേപ്പ് പിതാവിൻ്റെ മാതൃക നമ്മളെല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏറെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു തൊഴിലിടത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവനും ശരീരത്തിനും ആത്മാവിനും സംരക്ഷണം നൽകുന്ന ഒരു തൊഴിൽ മേഖലയാണത്, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരീരത്തിൻ്റെ വേദനകളെ കുറയ്ക്കുകയും മനസ്സിന് സൗഖ്യം നൽകുകയും ആശ്വാസമാവുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലം. ഔസേപ്പ് അങ്ങനെ തന്നെയായിരുന്നു. അധ്വാനിക്കുകയും ആ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ആ കുടുംബത്തെ പോറ്റുകയും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുപോലെ നമുക്കും നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് കൂടുതൽ സ്നേഹം കാണിക്കാനും അതിൽ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ ഔസേപ്പ് പിതാവ് കാണിച്ചു തന്ന മാതൃക നമുക്ക് എല്ലാവർക്കും ഉപയോഗമാണ്, അല്ലെങ്കിൽ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് നമ്മുടെ ഔസേപ്പ് പിതാവിനെ നമ്മൾ മരപ്പണിക്കാരനെന്നാണ്, അതുകൊണ്ടാണ് സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നത്. ഈ ഔസേപ്പ് പിതാവിൻ്റെ റെഫറൻസുകൾ വരുന്നിടത്തൊക്കെ ഈശോനെ കുറിച്ച് പറയുന്നത് ഈസ് ദിസ് സൺ ഓഫ് എ കാർപ്പൻ്റർ എന്ന് ചോദിക്കുന്നത്. ഇദ്ദേഹം ഇവൻ ആ മരപ്പണിക്കാരൻ്റെ മകനല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ തൊഴിൽ വെച്ചിട്ടാണ് പറയണത്. അപ്പോൾ ആ തൊഴിലിനാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ മഹത്വം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. നിങ്ങൾ പോലും അങ്ങനെയാണ് അറിയപ്പെടുന്നത്, അല്ലേ? ഒരു നഴ്സ് എന്ന് പറയുമ്പോൾ, നഴ്സുമാരെന്ന് പറയുമ്പോൾ നഴ്സ് എന്നേ പറയുള്ളൂ, നിങ്ങളുടെ പേര് പിന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ തൊഴിലിനൊരു മഹത്വമുണ്ട്. ആ തൊഴിലിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുകയും അത് നമ്മൾ സമ്പാദ്യത്തിനൊരു ഉപാധി എന്നതിനപ്പുറം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഒരു ഒരു സേവനവും സഹായവും ഒരു ശുശ്രൂഷയും ഒക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നിടത്ത് ഔസേപ്പ് പിതാവിൻ്റെ മാതൃകയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഔസേപ്പ് പിതാവ് അതായിരുന്നു. തൊഴിൽ അദ്ദേഹത്തിന് ജീവനോപാധിയാണെങ്കിലും സംരക്ഷണത്തിൻ്റെ ഒരു മാർഗവും കൂടെയായിരുന്നു. അത് വെച്ചിട്ടാണ് ഒരപ്പൻ എന്ന നിലയിൽ മറിയത്തിനും ഈശോയ്ക്കും ഭക്ഷിക്കാനും ജീവിക്കാനുമുള്ള ഇടവും കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ആ തൊഴിലിന് അദ്ദേഹം മാന്യത കൽപ്പിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് നിലനിർത്തിയിരിക്കുന്ന സഭ. അതുകൊണ്ട് പരിശുദ്ധ കന്യകാ മാതാവിനോട് നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഔസേപ്പ് പിതാവിൻ്റെ ഈ മാതൃകയെ നിങ്ങൾക്ക് പഠിക്കാനും വളരെ ഉപകാരപ്രദമായിട്ട് മാറും. നമ്മൾ ഔസേപ്പ് പിതാവിനെ കുറിച്ച് പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. ഔസേപ്പ് പിതാവിൻ്റെ ജീവിതം ശക്തമായ മാധ്യസ്ഥം, സഭയിൽ സഭാ പഠനങ്ങളുടെ തെളിവനുസരിച്ച് പഠിപ്പിക്കുന്നതനുസരിച്ച് ഔസേപ്പ് പിതാവിനോട് അഗാധമായ സ്നേഹവും ആദരവും ബഹുമാനവും സഭ ഇന്നും നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മാർപ്പാപ്പമാരൊക്കെ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെ വളരെ വ്യക്തമായിട്ട് വിശ്വാസികളിൽ എത്തുന്ന തരത്തിൽ ലേഖനങ്ങൾ, അവരുടെ എഴുത്തുകൾ എഴുതുകയും പ്രബോധനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തത്. 2020 നമ്മൾ ഔസേപ്പ് പിതാവിൻ്റെ വർഷം ആഘോഷിച്ചപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് ഔസേപ്പ് പിതാവിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഹൃദയം എന്ന് പറയുന്ന അതേ തർജ്ജമ വരുന്ന ഇതോടുകൂടെയാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് പോകുന്നത്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഔസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം നടത്തിയ സീരീസോട് നടത്തിയ അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഓഡിയൻസിൽ എല്ലാ ബുധനാഴ്ചകളിലും നടത്തുന്ന പ്രഭാഷണത്തിൽ, കാറ്റഗീസസിൽ ഔസേപ്പ് പിതാവിനെ കുറിച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് ഓരോ ആഴ്ചയും
സഭാമക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ പ്രാധാന്യം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. വിശുദ്ധരിൽ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് പരിശുദ്ധ കന്യകാ മാതാവിനെയാണ്. തൊട്ട് താഴെ നമ്മൾ കാണേണ്ടത് യൗസേപ്പ് പിതാവിനെ തന്നെയാണ്. കാരണം തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകൻ, സഭയുടെ ആഗോള സഭയുടെ തന്നെ സംരക്ഷകനും മധ്യസ്ഥനും, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ. അപ്പോൾ യൗസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകതരമായിട്ടുള്ള പ്രാർത്ഥനകൾ സഭയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ള ഭക്തി ആദരവുകളുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ മറ്റ് വിശുദ്ധരെ നമ്മൾ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴും അധികം എഴുതപ്പെടാത്ത, അറിയപ്പെടാത്ത, രഹസ്യ ജീവിതത്തിൽ മറഞ്ഞുപോയ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെ കൂടെ മനസ്സിലാക്കുവാൻ നിങ്ങൾ കാണിച്ച ഈ നല്ല മനസ്സിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഏറെ പ്രത്യേകിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ യൗസേപ്പ് പിതാവിനെ പോലെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും അനുസരണയോടും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാൻ ദൈവം ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. തിരുസഭയുടെ പരിപാലകനും തിരുക്കുടുംബ പാലകനും തൊഴിലാളികളുടെ മധ്യസ്ഥനും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും നൽമരണത്തിൻ്റെ മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് നമ്മുടെ ആത്മീയ പിതാവായ സ്റ്റാൻലിൻ അച്ഛനിലൂടെ നമ്മളിപ്പോൾ ശ്രവിച്ചല്ലോ. അതുപോലെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും അനുസരണവും നിശബ്ദതയും നമ്മുടെ ജീവിതത്തിലും നമുക്ക് മാതൃകയാക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധയായി വിശുദ്ധനായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.